മലയാളം വാർത്താ ചാനൽ രംഗത്ത് വീറും വാശിയുമേറിയ മത്സരം തുടരുന്നു. തുടർച്ചയായ മൂന്നാം ആഴ്ചയും ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ TV ഒന്നാം സ്ഥാനം നിലനിർത്തി. തൊട്ടുപിന്നിലുള്ള ഏഷ്യൻ ന്യൂസിനേക്കാൾ 10 പോയിന്റിലധികം വ്യത്യാസമാണ് റിപ്പോർട്ടർ TVക്ക് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിൽ നേരിയ മുൻതൂക്കം മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഈ കുതിപ്പ് എന്നത് ശ്രദ്ധേയമാണ്. അടുത്തിടെ റിപ്പോർട്ടർ TVയിൽ നിന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഏഷ്യൻ ന്യൂസിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഈ മാറ്റങ്ങൾ റിപ്പോർട്ടർ TVയുടെ പ്രകടനത്തെ തെല്ലും ബാധിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ റേറ്റിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 108.88 പോയിന്റുമായാണ് റിപ്പോർട്ടർ TV ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. വരും ആഴ്ചകളിലും ഈ മുന്നേറ്റം തുടരാനാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മാതൃഭൂമി ന്യൂസിൽ നിന്ന് പ്രമുഖനായ ഒരു അവതാരകനെ റിപ്പോർട്ടർ TVയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നതായും സൂചനകളുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ ചാനലിന് കൂടുതൽ കരുത്താകും. അപ്രതീക്ഷിതമായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഏഷ്യനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ 97.26 പോയിന്റാണ് ഏഷ്യനെറ്റ് ന്യൂസിനുള്ളത്. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള 24 ന്യൂസ് 73.6 പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നു. നാലാം സ്ഥാനത്തുള്ള മനോരമ ന്യൂസിന് 38.51 പോയിന്റാണ് ഉള്ളത്. തൊട്ടു പിന്നിലുള്ള മാതൃഭൂമി ന്യൂസുമായി ഏകദേശം 3 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് മനോരമ ന്യൂസിനുള്ളത്. ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ന്യൂസ് മലയാളം 24/7 റേറ്റിംഗ് ചാർട്ടുകളിൽ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. 27.99 പോയിന്റുമായി 6ാം സ്ഥാനത്ത് ഈ നവമാധ്യമ ചാനൽ ഉണ്ട്. അടുത്തിടെ മാത്രം റേറ്റിംഗ് ചാർട്ടിൽ ഇടം പിടിച്ചെങ്കിലും RDX, സ്പോട്ട്ലൈറ്റ് തുടങ്ങിയ നിലവാരമുള്ള പരിപാടികളിലൂടെ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ന്യൂസ് മലയാളത്തിന് സാധിക്കുന്നുണ്ട്. 25.44 പോയിന്റുമായി തൊട്ടുപിന്നിലുള്ള ജനം TV ന്യൂസ് മലയാളത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. നവീകരിച്ച വലിയ സ്റ്റുഡിയോയിൽ നിന്ന് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ സംപ്രേഷണം ആരംഭിച്ചത് വരും ആഴ്ചകളിൽ മുന്നേറ്റത്തിന് സഹായകരമായേക്കുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ TVയുടെ മുന്നേറ്റവും ന്യൂസ് മലയാളത്തിന്റെ കടന്നുവരവും ഏറ്റവും കൂടുതൽ ബാധിച്ചത് കൈരളി ന്യൂസിനെയാണെന്ന് പറയാം. കാലത്തിനൊത്ത മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ പൂർണ്ണമായ തൃപ്തി നേടാൻ സാധിക്കാത്തത് റേറ്റിംഗിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു കാലത്ത് റേറ്റിംഗ് ചാർട്ടുകളിൽ മുൻനിരയിലുണ്ടായിരുന്ന കൈരളി ന്യൂസ് നിലവിൽ 8ാം സ്ഥാനത്താണ്. തൊട്ടുപിന്നിലുള്ള ന്യൂസ് 18 കേരളയുമായി 1 പോയിന്റ് വ്യത്യാസം മാത്രമാണ് ഇവർക്കുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ടും മലയാളത്തിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ ന്യൂസ് 18 കേരളത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രളയകാലത്ത് ശ്രദ്ധേയമായ റിപ്പോർട്ടുകളുമായി മുന്നിൽ നിന്നിരുന്നെങ്കിലും പിന്നീട് ആ മുന്നേറ്റം തുടരാനായില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ മികച്ച സ്വാധീനമുണ്ടെങ്കിലും ചാനൽ റേറ്റിംഗിൽ അവസാനത്തെ സ്ഥാനത്തു നിന്നും കരകയറാൻ മീഡിയ വൺ TVക്ക് സാധിക്കുന്നില്ല. 6.45 പോയിന്റ് മാത്രമാണ് മീഡിയ വണ്ണിന് നേടാനായത്. വരും ആഴ്ചകളിലും മലയാളം വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കൂടുതൽ മുറുകുമെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ മത്സരത്തിന് ചൂടേറും. ഈ മത്സരങ്ങൾക്കിടയിലും മാധ്യമ ധാർമ്മികത കൈവിടാതെ സത്യസന്ധവും നിലവാരമുള്ളതുമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ വാർത്താ ചാനലുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.